നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിപ്പോൾ ഭയങ്കര ജാടയൊക്കെയാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ റീഡ് ചെയ്തിട്ട് ഓ ഫാൻസ് ഫാൻസ് വസ്ത്രയുടെ ഫോണിലും ഒരുപാട് പേരിങ്ങനെ മെസ്സേജസ് ഇടും കേട്ടോ. അയ്യോ നിർത്തരുതേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വസ്ത്രയുടെ ഫോണിൽ മെസ്സേജ് വരുമ്പോൾ ഞാനിപ്പോൾ തിരക്കാണെങ്കിൽ ഏട്ടൻ ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഫാൻസ്. ഞാൻ പക്ഷെ വസ്ത്രയുടെ ഫോണിൽ വരുന്നതിന് റിപ്ലൈ കൊടുക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, കാരണം നിങ്ങൾ സ്നേഹം കൊണ്ട് തന്നെയാണ് നമുക്ക് മെസ്സേജ് ഇടുന്നത്, കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പിന്നെ റിപ്ലൈ കൊടുത്താൽ അതെൻ്റെ ഒരു പേഴ്സണൽ ഫോൺ പോലെ ആയിട്ട് വീണ്ടും വീണ്ടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജസ് ഇടും. അപ്പോൾ അത് നമ്മൾ വസ്ത്രയുടെ ഫോൺ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതല്ലേ, ബിസിനസ് കാര്യങ്ങൾക്കായിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലും തിരക്കായിട്ടൊക്കെ നിൽക്കുമായിരിക്കേ, അപ്പോഴായിരിക്കും വസ്ത്രയുടെ ഫോണിൽ നമ്മൾ ഓർഡർ ആണെന്ന് കരുതി ഓടി ചെന്നെടുക്കുമ്പോഴായിരിക്കും വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വസ്ത്രയുടെ ഫോണിൽ പേഴ്സണൽ കാര്യങ്ങൾ മെസ്സേജ് ഇട്ടാലും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലും ഒക്കെ നിറയെ മെസ്സേജസും കമൻസും ഒക്കെ വരാറുണ്ട്. എല്ലാം ഞാൻ കാണാറുണ്ട്. ഒന്നിനും റിപ്ലൈ തന്നില്ലെങ്കിൽ എല്ലാം കാണാറുണ്ട്. സന്തോഷമുണ്ട്. മെസ്സേജ് വരുന്നതിലും കാണുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വസ്ത്രയുടെ ഫോണിൽ ഞാനങ്ങനെ റിപ്ലൈ കൊടുക്കില്ല. കാരണം അറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പിന്നെ അതൊരു പിന്നെ വീട്ടിലെ വിശേഷം ചോദിക്കലാവും, സുഖമോ. ചിലർ ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, സുഖമാണോ, എന്തുണ്ട് വിശേഷം. ചില വീഡിയോസൊക്കെ കണ്ടിട്ട് അയ്യോ അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ കാണാറുണ്ട്. അത് ആസ്വദിക്കാറുണ്ട് ആ മെസ്സേജസ്. പക്ഷെ ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുക്കില്ല. റിപ്ലൈ കൊടുത്താൽ പിന്നെ നമ്മൾ അതിന് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യമായിട്ട് നിൽക്കുകയില്ലേ, അപ്പോൾ അതിന് ഉള്ള സമയം കിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യും, എവിടെയെങ്കിലും യാത്ര പോവും, വീണ്ടും അതിൻ്റെ ഇരട്ടിയാവും. വീണ്ടും ഞാൻ ഡയറ്റ് ചെയ്യും. ഒരു 3 കിലോ, ഒരു വാട്ടർ വെയിറ്റ് ആണ് ഈ 3 കിലോ വളരെ പെട്ടെന്ന് നമുക്ക് കുറയുന്നത്. അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കുകയും ചെയ്യും. അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് പോവുകയും ചെയ്യും. എപ്പോഴെങ്കിലും പോവും, ഫുഡ് കഴിക്കും, അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് വരും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു, നല്ല റിസൾട്ട് കിട്ടി. അത് ഞാൻ 20:4 എന്നുള്ള ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്. എല്ലാം കഴിക്കുമായിരുന്നു. ഒരു 4 hours ഈറ്റിംഗ് പീരീഡും ദെൻ ഒരു 20 hours ഫാസ്റ്റിങ്ങും ആയിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ തേനി പോയത്. അപ്പോഴും ഞാനങ്ങനെ തേനിയല്ലല്ലോ, സേലം പോയത്. ഇങ്ങോട്ട് വാ, ഒരു കാര്യം കാണിച്ചു കൊടുക്കട്ടെ. സേലം പോയത് അപ്പോഴും ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോയി. അവിടെ നിന്ന് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി, ഇടുക്കി പോയി. എൻ്റെ ഫുൾ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. വീണ്ടും ഇങ്ങനെ കൊണ്ടുവരികയാണ് ഡയറ്റ് ചെയ്ത്. ഡയറ്റിലേക്ക് വരാൻ കുറച്ച് പാടാണ്. പക്ഷെ വന്നിട്ട് വീണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമ്പോഴേക്കും വീണ്ടും ഞാൻ എവിടെയെങ്കിലും പോകുന്നത്. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ മേക്കപ്പ് പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ. ഇന്നലെ ഇതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിലല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കെ ബ്യൂട്ടിയുടെയാണ് എല്ലാം വാങ്ങിയത്. ഇത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നു. ഭയങ്കര, ഞാൻ അവിടെ നിന്ന് ഞാൻ ഓൺലൈൻ ഇങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും വാങ്ങില്ല. കാരണം നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ളത് കിട്ടത്തില്ല. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും ഷോപ്പിൽ പോയായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടച്ച് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കവറേജ് കിട്ടുന്നതായിരുന്നു കെ ബ്യൂട്ടിയുടെ. എൻ്റെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡ് SPF ഒക്കെ വരുന്ന, SPF 40 ഒക്കെ വരുന്ന 145N മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ടും എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് മുകളിലിടാനായിട്ട് കൺസീലർ കൂടി വാങ്ങിയായിരുന്നു. എല്ലാം കെ ബ്യൂട്ടിയുടെയാണ് വാങ്ങിയത്. അത് കെ ബ്യൂട്ടിയുടെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഹൈലൈറ്റർ വാങ്ങി, ഒരു പ്രൈമർ വാങ്ങി, എല്ലാം ഉണ്ടായിരുന്നു. കുറേയൊക്കെ പഴയതായി ചീത്തയായി എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞെടുത്ത് കളഞ്ഞു. കുറേയൊക്കെ കഴിഞ്ഞു. ഇത് പ്രൈമറാണ് കെ ബ്യൂട്ടിയുടെ. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ കൺസീലർ ഇടും. എപ്പോഴെങ്കിലും നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടാം കേട്ടോ. അത് റീൽസ് ആയിട്ട് ഇടാവേ. കൺസീലർ, അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. നല്ല കവറേജ് കിട്ടുന്ന നല്ല ഫൗണ്ടേഷൻ കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ നമ്മൾ സീരിയലിനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡെർമയുടെയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കാട്ടിയൊക്കെ നൈസ് സാധനം. ലോങ് ലാസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്, അതെനിക്കറിയില്ല. അത് നമുക്കിട്ട് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതിൻ്റെ കെ ബ്യൂട്ടിയുടെ തന്നെ പൗഡറും വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. എല്ലാം കൂടി 17 ഇത്രയും വാങ്ങിയതേ ഉള്ളൂ. 7000 രൂപയോളം അടുപ്പിച്ച് എമൗണ്ടായേ. ബ്രാൻഡഡ് പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സാധനം വാങ്ങി ചുണ്ടിലും മുഖത്തൊക്കെ ഇടുക. ഇല്ലെങ്കിൽ പിന്നീട് പടി കിട്ടും. അപ്പോഴും നല്ല ഭംഗിക്കൊക്കെ ഇരിക്കും. ലിപ്സ്റ്റിക്കൊക്കെ നല്ലത് തന്നെ നമ്മൾ ഇട്ടില്ലെങ്കിൽ പിന്നീട് പിഗ്മെൻറ്റേഷനൊക്കെ വന്ന് കറുത്ത് വല്ലാതെ ആവും കേട്ടോ. പിന്നെ ഒരു ഹൈലൈറ്റർ വാങ്ങി. ഇത്രയാണ് വാങ്ങിയത്, വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ നല്ലത് നോക്കി വാങ്ങി. അതുകൊണ്ടാണ് ഇത്രയും വാങ്ങിയപ്പോൾ 7000 രൂപയത്. പിന്നെ അണ്ടർആം റോള് വാങ്ങി. ഇത് ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമായിട്ടോ. നിവിയയുടെ അണ്ടർആം റോൾ. എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും. അണ്ടർആം റോള്, സൺസ്ക്രീൻ, ഫേസ് വാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും എനിക്ക് മസ്റ്റായിട്ട് വേണം. പിന്നെ റോസ്മേരിയുടെ
ആ കമ്പനീൻ്റെ പേര് മറന്നുപോയല്ലോ, അതിൻ്റെ റോസ്മേരി വാട്ടർ അത് യൂസ് ചെയ്തതിൽ കുറച്ച് കഷണ്ടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കുറച്ച് ബേബി ഹെയർസൊക്കെ വന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം, ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനും അതിപ്പോൾ മുടങ്ങാണ്ട് യൂസ് ചെയ്യും. അതൊന്നും അത്ര നിർബന്ധമല്ല. പക്ഷേ അണ്ടർ ആൻഡ് റോൾ എനിക്ക് മസ്റ്റായിട്ട് വേണം, സൺസ്ക്രീനും എനിക്ക് മസ്റ്റായിട്ട് വേണം. കുറേ ആയല്ലേ നമ്മൾ പറഞ്ഞ് കുറേ ആയി. അപ്പോൾ ഇന്നത്തെ വിശേഷം വൈകുന്നേരമായ വേദയ്ക്ക് സ്കൂളില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് കോഫി കുടിക്കുകയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത വിശേഷം എന്നുള്ളത് ഇനി വരുമ്പോൾ കാണും. ഇതൊക്കെ ഉള്ളൂ വിശേഷം. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇടണ്ടെന്ന് എഴുതിയത്. പക്ഷേ അറുപത്തക്കരെ ശാന്തരാകുവിൻ, ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. സന്തോഷമുണ്ട് കേട്ടോ. അത്രയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഓരോ കമൻസ് കാണുമ്പോൾ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളെ വസ്ത്രയിൽ എന്നും ഓരോ റീൽസ് ഇടും കേട്ടോ, സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ 3 സാരിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓണം സീരീസായിട്ട്. ഒരു സെറ്റ് സാരി കാണിക്കും, ഒരു മഹേശ്വരി കോട്ടൺ കാണിക്കും, ഒരു കല്യാണി കോട്ടൺ കാണിക്കും. അത് കഴിയുമ്പോൾ പിന്നെ കാഞ്ചി കോട്ടൺ, സുങ്കുടി കോട്ടണൊക്കെ കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്ന് കാണിച്ചത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി മുതൽ എന്നും ലോങ് വീഡിയോയിൽ ഇതുകൂടെ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ബിസിനസ്സും മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സെറ്റ് സാരിയിലുള്ളത്. ടിഷ്യൂ സാരിയാണ്. ഒരു രാജാവ് എന്തോ ഒരു ഫങ്ഷന് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും കൊണ്ട് എങ്ങോട്ടേക്കോ പോവുകയാണ്. ഇവിടെയും എന്തോ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഈ സാരിയുടെ മുന്താണി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ടസൽസൊക്കെ വരുന്നുണ്ട്. ബ്ലൂ ആൻഡ് പീച്ച് കളറിലാണ് ടസൽസ് വരുന്നത്. പിന്നെ ഈ സാരിയുടെ ബ്ലൗസ് ഇതാട്ടോ, ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. സ്ലീവിൽ ഗോൾഡൻ ബോർഡറൊക്കെ വരുന്നുണ്ട്. ഈ സാരിയുടെ ബോഡി വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ചെറുക്കനും പെണ്ണും കൂടി നിന്ന് കളിക്കുന്നുണ്ട്. രാജസ്ഥാനിയാണോ ഗുജറാത്തിയാണോ? രാജസ്ഥാനിയാണെന്ന് തോന്നുന്നത്. രാജസ്ഥാനി അല്ലേ ഇത്? രാജസ്ഥാനി ഡാൻസ്. താഴെ സാരിയുടെ താഴെ വലിയൊരു ബോർഡർ വരുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാട്ടോ. മുകളിൽ വേറൊരു സിമ്പിളായിട്ടുള്ള ബോർഡർ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 പേര് നിന്ന് കളിക്കുന്നുണ്ട്, ഇവിടെ 2 പേര് നിന്ന് കളിക്കുന്നുണ്ട്, ഇവിടെ 2 പേര്, അങ്ങനെ ബോഡി ഫുള്ള് അവിടെ ഇവിടെയൊക്കെ 2 പേര് നിന്ന് കളിക്കുന്നുണ്ട്. ഇതാണ് ടിഷ്യൂ സാരി, ഓണത്തിൻ്റെ സെറ്റ് സാരി. നമ്മുടെ എന്താണ് മറ്റേ കഥകളിയൊക്കെ സെയിലായിട്ടോ. ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് ഒരുപാട് പേര് കണ്ടിട്ട് 2-3 പീസ് ഉണ്ടായിരുന്നു, അതെല്ലാം സെയിലായി. ഇത് കല്യാണി കോട്ടൺ ആണ്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവർ വാങ്ങട്ടെ, കാണാത്തവർ കാണുമ്പോൾ വാങ്ങട്ടെ എന്ന് എഴുതിയിട്ടാണ്. പിന്നെ ഒരുപാട് പേര് ചിലപ്പോഴേ സോൾഡ് ഔട്ട് ആകുമ്പോൾ എൻക്വയറീസ് ചെയ്യും. അപ്പോൾ സോൾഡ് ഔട്ട് പറയും. അപ്പോൾ അവർ പറയാം വരുമ്പോൾ അറിയിക്കണേന്ന്. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ, തള്ളുന്നതല്ല, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് റിമൈൻഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യുന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോസ് ചിലപ്പോൾ മേ ബി കാണുമ്പോൾ വാങ്ങുന്നെങ്കിൽ വാങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഇടുന്നതാട്ടോ. ബ്ലാക്ക് കളറിൽ റെഡ് കളർ സാരി, ബ്ലാക്ക് പല്ലു, അതിൽ സിൽവർ സെറിയാണ് വരുന്നത്. അതാണ് എൻ്റെ ഭംഗി കേട്ടോ. റെഡിൽ ബ്ലാക്കിൽ സിൽവർ സെറിയാണ് വരുന്നത്. അതിലൊരു മയിൽ വരുന്നുണ്ട്, അതും സിൽവറിലാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാട്ടോ, ബ്ലാക്ക് തന്നെയാണ്, കോൺട്രാസ്റ്റ് ബ്ലാക്കാണ്. അതുകൊണ്ട് ബ്ലാക്കിൽ ഒരു സിൽവർ ബോർഡർ കയ്യിൽ വരുന്നുണ്ട്. പിന്നെ മഹേശ്വരി കോട്ടൺ. നമുക്ക് മഹേശ്വരി കോട്ടണും കല്യാണി കോട്ടണാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് കേട്ടോ. സെറ്റ് സാരിയും അതുപോലെ പോകുന്നുണ്ട്. പക്ഷെ എല്ലാ നോർമൽ സാരീസിൽ കല്യാണി കോട്ടണും മഹേശ്വരി കോട്ടണും. എപ്പോഴും മഹേശ്വരി കോട്ടൺ കോൺട്രാസ്റ്റൊക്കെയാണ് നിറയെ കൊണ്ടുവരുന്നത്. ഇപ്രാവശ്യം ഓണമൊക്കെ ആയതുകൊണ്ട് അമ്മമാർക്കൊക്കെ ചിലർ ഗിഫ്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ജസ്റ്റ് ക്രീം കളർ, കോൺട്രാസ്റ്റ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ ചില കുട്ടികളും ചോദിക്കും കേട്ടോ. കോൺട്രാസ്റ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പല്ലു ഇതാണ്, ചെറിയ ഗോൾഡൻ ബൂട്ടോ വർക്കൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് വന്നിട്ടും സെയിം കളറാണ്. സ്ലീവിൽ ഇങ്ങനൊരു ബോർഡറൊക്കെ വരും കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ സാരി. നാളെ വേറെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇനി എൻ്റെ വീഡിയോയിൽ വസ്ത്രയുടെ ഇതൂടെ ഉണ്ടാവും. പ്രൊമോഷൻ എന്ന് പറയാം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയല്ല. എല്ലാവരും ഇൻസ്റ്റ വഴിയൊക്കെയാണ് കൂടുതലും ഓർഡേഴ്സ് കിട്ടുന്നതും ഒക്കെ. പക്ഷേ എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന ഡെയിലി വ്ളോഗ്സ്, റീൽസ് വഴിയൊക്കെയാണ് എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. അപ്പം ഡെയിലി വ്ളോഗ്സിൻ്റെ ഇടയിൽ ഒരു ചെറിയ പോർഷൻ എൻ്റെ ബിസിനസ്സും കൂടി കേട്ടോ, എൻ്റെ പ്രൊമോഷനും കൂടി. എന്തെല്ലാം പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രൊമോഷനും കൂടി ഇരുന്നോട്ടെ അല്ലേ. എങ്കിലല്ലേ ഓണം പൊടിക്കത്തുള്ളൂ. ഓണത്തിന് അടിച്ച് പൊളിക്കണ്ടേ? ഓണത്തിന് നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ? അതിന് കാശ് വേണ്ടേ? പണയം വെച്ച് ഇനി ഇല്ല പണയം വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ കാശ്മീരൊക്കെ പോയതേ നല്ല കാശായിട്ടോ. അത്യാവശ്യം നല്ല, ഞാൻ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല കാശൊക്കെ ആയി. എന്നും നമ്മൾ പണയം വെച്ച് പോയാൽ അത് എടുക്കുകയും കൂടെ വേണ്ടേ പണയം? എങ്കിലല്ലേ ഇനിയും പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഏട്ടൻ പറയായിരുന്നു ഇനിയിപ്പോൾ അടുത്ത്
വീണ്ടും നമ്മൾ പ്രാവശ്യം ഒരുപാട് എടുത്തു കേട്ടോ, ഒരുപാട് എടുത്തു. അതുകൊണ്ട് പെട്ടെന്ന് എപ്പോഴും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതലെടുത്തു. അതുകൊണ്ട് ഏട്ടക്കെട്ട് ഇനി പോകണ്ടേ, ഞാൻ പറഞ്ഞു ആദ്യം ഇത് കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ പോക്ക്. എന്തായാലും ഇനി ഇന്ന് വേദയ്ക്ക് ട്യൂഷനില്ല, അതുകൊണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പം ഷടപടയെന്ന് പറഞ്ഞ് ട്യൂഷനൊക്കെ പോകണമായിരുന്നു. അങ്ങനെ എനിക്കാണ് കേട്ടോ. എൻ്റെ മിറർ നോക്ക്, LED ഇത് വാമായിട്ടേക്കുന്നത്. പോയാ വാമ് വൈറ്റ് അല്ലല്ലോ ഇത്, എന്തൊക്കെയുണ്ട്. കൊള്ളാം കേട്ടോ. അത് ഫ്രെയിമിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഏട്ടാ നമ്മളിങ്ങനെ നിന്ന് വീഡിയോ എടുത്താൽ ഇതൂടെ കിട്ടുമോ? അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയല്ലേ വസ്ത്രയ്ക്ക് വേണ്ടി എടുക്കുമ്പം. വീണ്ടും ട്രെഡ്മില്ലൊക്കെ ഞാൻ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. മാറേ ഞാൻ ചെയ്യട്ടടാ, മാറേ. ഇവിടെ ചുമ്മാ ഇരുന്നാൽ ആർക്കും വേണ്ട, ആരെങ്കിലും കയറുമ്പോൾ പിന്നെ എല്ലാവർക്കും അത്യാവശ്യമാണ്. എനിക്കൊരു വീഡിയോ എടുത്ത് തരൂ. മാറ ഷൂസ് ഒന്നും ഉണ്ടോ? വേണ്ട, മാറങ്ങോട്ട്. ഞാൻ 5 സ്പീഡിലിട്ടിട്ടേ പോകത്തുള്ളേ. ഇനി കുറച്ച് ദിവസം ഞാൻ ആ ട്രെഡ്മിൽ വാങ്ങിയ സമയത്ത് നല്ലപോലെ സ്പീഡിന് പോകുമായിരുന്നേ. പിന്നെ അങ്ങ് അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടപ്പോൾ വീണ്ടും പിന്നെ ഇതായി. അപ്പോൾ ഒരു 5 സ്പീഡിന് ഇടുമ്പോഴേ കിതയ്ക്കാൻ തുടങ്ങും. അരമണിക്കൂർ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല. എന്തായാലും ഫുഡ് കഴിപ്പിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതുകൂടെ അങ്ങ് നടക്കട്ടെ എന്ന് കരുതി. കുറയുന്നെങ്കിൽ കുറയട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, അത്ര തന്നെ. ഗൈസ്, എൻ്റെ ട്രെഡ്മിൽ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജേഴ്സി വാങ്ങിക്കാൻ പോണു. ജേഴ്സി വേദയ്ക്ക്. ആര്? റൊണാൾഡോ ഫാനാണ് വേദ. കുറേ ദിവസമായിട്ട് തുടങ്ങി ജേഴ്സി വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരു സ്കൂട്ടറുള്ളത് ലോകമായ ലോകത്തിലായിരുന്നു നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ പേയാട് ഉണ്ട് കടയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ നൈറ്റ് വാങ്ങിയ കടയടാ. ആ നൈറ്റ് വാങ്ങിയ ആ കടയിൽ ജേഴ്സി ഉണ്ടെന്ന് പറഞ്ഞ് പോവാണേ. ഇങ്ങനെ റൊണാൾഡോ ഫാൻസ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഫുട്ബോളിൽ നിങ്ങൾ ഏത് ടീമാണ്? ഫുട്ബോളിൻ്റെ ABCD അറിഞ്ഞൂടാത്തല്ലേ ഞാൻ. അവളെന്നോട് ചോദിക്കുന്നത് മെസ്സി ഫാനാണോ എന്താ റൊണാൾഡോ ഫാനാണോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആരാണെന്ന് പോലും അറിയത്തില്ല, എവിടേക്കോ കേട്ട് പരിചയമുള്ള പേരുകളല്ല. അത് ഇതിനെപ്പറ്റി എല്ലാവരും ഫിഫ വേൾഡ് കപ്പൊക്കെ ഇരുന്ന് നേരം വെളുക്കെ ഉറങ്ങാതെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ഉറക്കമായിരിക്കും കേട്ടോ. വേദ പക്ഷെ എന്തിൻ്റെയൊക്കെ ഫാനാണേ. അപ്പം നമുക്ക് പോയി ജേഴ്സി വാങ്ങിച്ചു കൊടുത്തിട്ട് വരാം. നമ്മൾ ഇവിടെയുള്ള ഒരു ഓഫർ ബസാറിൽ കയറിയപ്പോൾ അവിടെ ഇല്ല. ഭയങ്കര ഫാൻസ് ആണെന്ന് റൊണാൾഡോയ്ക്ക്, അത് മാത്രം ഇല്ല. നമ്മൾ ഇന്നലെ നൈറ്റ് വാങ്ങിയ ലാഭം ബസാറിൽ വന്നു. ഇവിടെ ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അപ്പുറത്തെ കടയിലുണ്ടാവേ. വെറുതെ തന്നെ അതുകൊണ്ട് നിക്കറുണ്ടേ. എന്താ റൊണാൾഡോയാ? മറ്റേ ജേഴ്സി ഉണ്ടോ റൊണാൾഡോയുടെ? നീ റൊണാൾഡോ ഫാനായിട്ട് വേറെ ഏതെങ്കിലും മതി. ഇതല്ലേ ഈ സാധനം അല്ലേ? ഓ വസ്ത്ര, ശരി. ഒറിജിനൽ സാധനം വേണ്ടേ, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പുതിയ നൈറ്റി ഒക്കെ വന്നോ? കൊള്ളാല്ലേ, രണ്ടെണ്ണം കൂടെ വാങ്ങിക്കായിരുന്നു. എടാ എനിക്ക് അന്ന് വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ഓണർ ഇല്ലേ? ഇത് കൊള്ളായിരിക്കും അല്ലേ? വാങ്ങിച്ചിട്ട് പോന്നില്ലേ? ഓ നൈറ്റി ഇവിടെ നിന്ന് ഞാൻ വാങ്ങി, നല്ല രസമല്ലേ അത്? ഞങ്ങൾക്കാണോ? ഇതിന്റെ ലാർജ് സൈസ് ഒന്ന് എടുത്ത് തരുമോ? പക്ഷെ ഭയങ്കര വലുതായി പോവൂലേ? മനസ്സിലായി, കഫ്താൻ. എങ്കിലും ഇത് ഭയങ്കര ഇതിന്റെ ലെങ്ത് കുറവുള്ളതുണ്ടോ? അന്നല്ല, ഞാൻ എനിക്ക് ഇടുമ്പോ പകുതിയേ ഉള്ളൂ. ഇതും ഫ്രീ സൈസ് ആണോ? അത് മാത്രമേ
അവരതാണെന്ന് തോന്നുന്നു ആദ്യം തുടങ്ങിയത് അല്ലേ? ഈ അവരുടെ തന്നെയാണ് കേട്ടോ ആ കടയും. അവരുടെ ഫസ്റ്റ് തുടങ്ങിയ കട എന്തോ ആണത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതേ. ഞാനത് ബില്ല് ചെയ്യുന്ന സമയം അച്ഛനും മോളും കൂടി ഇങ്ങി വന്നു. ഉണ്ടോ ആവോ കിട്ടിയാടേ നോക്കാൻ പറഞ്ഞ ഓൺലൈൻ വാങ്ങിക്കാം. ഇല്ല റെഡ് ഇങ്ങനെ ഓൺലൈൻ വാങ്ങിച്ചു തരാം. പിന്നെ ഓൺലൈൻ വാങ്ങാം. അവിടെ ഇല്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ വേദ ഉദ്ദേശിക്കുന്ന റെഡ് ആൻഡ് ഗ്രീൻ ഒരിടത്തും ഇല്ല. അങ്ങനെ വേറൊരു കടയിൽ വന്നു. ഇവിടെ എങ്ങും ഇല്ല ഗൈസ്. വേറെ അത് കിട്ടാത്തോണ്ട് മോന്തെല്ലാം ഇറക്കി വെച്ചോണ്ട് നിൽക്കുകയാണേ. ഇല്ലാത്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? രണ്ടുപേരും കൂടെ ഇത് വീണ്ടും പോവാണ്. പേയാട് ഏരിയയിലെങ്ങും ഇല്ല കേട്ടോ. അങ്ങനെ തിരുമല പോവാണ്. അവിടെ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു എന്നെ വീട്ടിലാക്കിയിട്ട് നിങ്ങൾ അവിടെ പോകാൻ പറഞ്ഞു. ഞാൻ വസ്ത്രമില്ല ഇപ്പോൾ വീഡിയോ ഇട്ട് എനിക്ക് മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ വീട്ടിലാക്കിയിട്ട് നിങ്ങൾ എവിടെ പോകാൻ പറഞ്ഞു. ഞാൻ രണ്ടുപേരും കൂടെ പോയിക്കാൻ നോക്കാം നമുക്ക് കിട്ടൂലെന്ന്. പേയാടുള്ള എല്ലാ തുണിക്കടകളിലും ഇറങ്ങി. ഒരിടത്തും ഈ സെയിം സാധനം അവൾ ഉദ്ദേശിക്കുന്ന റെഡ് ആൻഡ് ഗ്രീൻ 7 കളർ റൊണാൾഡോ ഇല്ല. 7 നമ്പർ റൊണാൾഡോ ഇല്ല. അത് തപ്പി പോയേക്കാണ്. എന്താ എവിടെ കിട്ടിയാ സാധനം കിട്ടിയാ? കാണീര് ഇവള് കോട്ടൊന്നും ഇട്ടില്ലേ? കാണീര് ഞകത്തോട്ട് കയറുന്നിട്ട് കാണീര്. എവിടെ നോക്കട്ടെ റൊണാൾഡോ ഇട്ടോണ്ട് ഇറങ്ങ്. ഓ എനിക്ക് വയ്യ. ഇനി നാളെ ഫുട്ബോളിന് വേദ പോകാതെ എങ്ങനെയെന്തോ. രാവിലെ മുതൽ നല്ല മഴക്കാറുണ്ടേ, പക്ഷെ മഴ പെയ്യുന്നില്ല. ഇന്നലെ ഇവിടെ 12 മണിക്ക് രാത്രി ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കൂടെ തെങ്ങ് വീണിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു 3 മണി വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇൻവെർട്ടറിലാണെന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം മഴ പെയ്തു, പക്ഷെ ചൂടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് വീട്ടിലെ വിശേഷമായിട്ട് കാണാം. അതുവരെയും ടാറ്റാ ബൈ.